ഇതൊരു ഇതൊരു LOT ആണ്. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു LOT ആണ്. സോണിയിൽ യൂസ് ചെയ്യുന്ന ഒരു LOT ആണ്. ഇപ്പോൾ ഇത് കിട്ടാനില്ല. ആൾക്കാർ LOT ഇല്ലാത്തതുകൊണ്ട് പഴയ CRT TVകളൊക്കെ പോകുന്നു. ആർക്കെങ്കിലും LOT ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. ഇത് പുതിയ LOT വന്നതാണ്. ഇതുണ്ട്, ഇതിനകത്ത് മറ്റേ വെള്ളപ്പശയായിരുന്നെങ്കിൽ ഇത് ചുവന്ന പശയാണ്. കാരണം ഇത് ചൈനയിൽ നിന്ന് വന്ന LOT ആണ്, അതുകൊണ്ടാണ് ചുവന്ന പശ. ഞാനൊരു തമാശ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് സോണിയുടെ 3 ടൈപ്പ് TVകൾക്ക് 3 ടൈപ്പ് LOTക്ക് പകരം ഉപയോഗിക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ പുതിയ എല്ലാ ഇതിനും ഉപയോഗിക്കാം. ഈ 839, 811, 960, 960, 811, 839 ഈ 3 മോഡൽ TVക്കും LOT ഉപയോഗിക്കാം. ഇനിയിപ്പോൾ വിട്ട് വല്ലതും വ്യത്യാസം വന്നാൽ നമുക്ക് സർവീസ് മോഡിൽ കയറി മാറ്റിയാൽ മതി. അപ്പോൾ സോണിയുടെ LOT ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം. കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ പ്രയാസപ്പെടേണ്ട. സോണിയുടെ വെഗ TVകൾക്കും പഴയ TVക്ക് വരെ ഈ 960 LOT ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചെന്നുള്ളൂ. ഫ്രഷാണ്. കേടായ പഴയ LOT ഓൾഡായിട്ട് TV നന്നാക്കാൻ മേലാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ LOT ഞാൻ എവിടെ വേണേലും കൊറിയർ അയച്ചു തരാം. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മളൊരു പവർ സപ്ലൈ യൂണിറ്റ്, അതായത് UPS നന്നാക്കിയിട്ട് നമുക്ക് SMD ഇല്ലെന്ന്, ഫ്രിഡ്ജ് റെക്ടിഫയർ ഇല്ലെന്ന് പറഞ്ഞു. ഇതാണ്ട് ഇന്ന് കാണിച്ചായിരുന്നു നല്ലപോലെ. SMD ഫ്രിഡ്ജ് റെക്ടിഫയർ ഇഷ്ടം പോലെ എല്ലാ സൈസും ഞാൻ വരുത്തി. കിട്ടാനില്ല എന്ന് പറഞ്ഞ് ചില സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് എന്നാണേലും എല്ലാ സൈസും തീരെ കുഞ്ഞ്, അതിൻ്റെ വലുത്, അതിൻ്റെ വലുത്, അതിൻ്റെ വലുത്. അപ്പോൾ നമുക്ക് അവിടെ PCB ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പല വലുപ്പമേ ഇതുണ്ടോ, പല വലുപ്പം. ഇതെല്ലാം ഏറ്റവും ചെറുത് തൊട്ട് 3-4 ടൈപ്പ്. ഇതിൻ്റെയും ചെറുതുണ്ട് കേട്ടോ. അത് പിന്നെ നമുക്ക് സാധാരണ ബോർഡുകളൊന്നും വരാറില്ല. ഇതൊരു നോർമലായിട്ടുള്ള ഒരു ഇത്രയും സൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 4007 ഇട്ടാണ് അന്ന് നമ്മൾ വിട്ടത്. IN4007. ഈ 4007 കൂട്ടിയിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ആർക്കെങ്കിലും ഈ SMD വേണമെങ്കിൽ, SMD ബ്രിഡ്ജ് വേണമെങ്കിലും ഞാൻ അയച്ചു തരാം. ഈ 4007 ഞാൻ ഇച്ചിരി എടുത്ത് വെച്ചെന്ന് കാണിക്കാൻ വേണ്ടി വെച്ചെന്നുള്ളൂ. ഇത് വെച്ചാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ പണി ചെയ്യുന്ന ഒറിജിനൽ സാധനമാണിത്. ഇത് SMD. ആ മാർക്കർ ഇങ്ങനത്തെ എഴുതി വെച്ചേക്കാം. പിന്നെ സോണിയുടെ പഴയ TV വരുന്ന ഫ്രിഡ്ജ് റെക്ടിഫയർ, പവർ സപ്ലൈയിലൊക്കെ വരുന്ന വലിയ ഫ്രിഡ്ജ് റെക്ടിഫയറാണിത്. ഇത് നിങ്ങൾ കണ്ടിട്ട് കാണും. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ SMD കിടപ്പുണ്ടായിരുന്നു. അതൊന്നും നോക്കാനുള്ളൊരു മനസ്സ് കാണിക്കാതെ ചെയ്തു. SMD ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ടായിരുന്നു, ഇല്ലെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ട് ഇത് വേറൊരു സൈസ്, ഇച്ചിരി അവിടെ വേറൊരു ടൈപ്പ്. ഇതെല്ലാം ഫ്രിഡ്ജ് റെക്ടിഫയറാണ്. ഇതുണ്ടല്ലോ, ഫ്രിഡ്ജ് റെക്ടിഫയർസാണ്. 4 കാല് അറിയാമല്ലോ. ഫ്രിഡ്ജ് റെക്ടിഫയർ ഞാൻ കാണിച്ചല്ലോ. 2 എണ്ണം നേരെ AC ഇൻപുട്ടാണ്. അതായത് നമ്മളുടെ കറണ്ട് 230 നേരെ 2 ഇടത്ത് കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ സാധനം എടുത്താൽ ഇവിടെ AC 230 നേരെ എടുത്ത് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ആ 230 ഇവിടെ വന്നാൽ ഇവിടെ 230ൻ്റെ ഇരട്ടി 460 വോൾട്ട്, 400 വോൾട്ടോളം ഇവിടെ വരും. പോസിറ്റീവും നെഗറ്റീവും. ഇത് നേരെ എടുത്തിട്ട് നമ്മൾ ഇലക്ട്രോളിക് 400 വോൾട്ട്, 450 വോൾട്ട് ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നേരെ 230 പൊരുതി നിൽക്കുന്ന ആദ്യത്തെ കോമ്പണൻ്റാണ് ഇവൻ. അവനത്ര മോശക്കാരനൊന്നും അല്ല. അവൻ്റെ കുഞ്ഞിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ പിന്നെ രസമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചുമ്മാ കാണിച്ചെന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതാണ്, എനിക്കറിയാം. കിട്ടാതെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തരാമെന്ന് മാത്രം നമ്മളൊന്ന് പരിചയപ്പെടുത്തി. പിന്നെ ഇതൊരു രസമുള്ള ഒരു സാധനം. ചെറിയ തൊപ്പി. ഇതാണ് തൊപ്പി. ഇങ്ങനെ നമുക്ക് വെക്കാവുന്ന തൊപ്പിയാണ്. കണ്ടല്ല, അടിപൊളി. ഈ തൊപ്പി പലരും കണ്ടിട്ട് കാണും. ഈ തൊപ്പി കൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഉപയോഗമുണ്ട്. ഒരു മൊബൈൽ ഫോൺ ഇങ്ങനത്തെ ഇത് വേണ്ട, മറ്റേത്. ഇത് സിമ്പിളായിട്ട് ഇത് മേടിച്ചിട്ടുള്ളവർ ഉപയോഗിക്കുന്നുള്ളവരും കാണും കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. എല്ലാ കളറും നമുക്കൊരാൾക്ക് ചുമ്മാ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല വരുന്നവർക്കൊക്കെ എന്നാലും എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സാധനമാണ്. ഇതിപ്പോൾ എൻ്റെ ഐഫോണാണ്. ഐഫോണാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഐഫോണാണെങ്കിൽ വിലയുണ്ടല്ലോ, വിലയുള്ള ഫോൺ വരെ ഒരു വിധത്തിലും മറിയാലേ. ഇങ്ങനെ മുമ്പോട്ട് അടിച്ചു പോയാലേ മറിയുള്ളൂ. ഇങ്ങനെ വന്നാൽ മറിയും, പക്ഷെ അങ്ങനെ മറിയത്തില്ലാത്ത സിമ്പിളായിട്ട് ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന ഒരു സാധനം. ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഇച്ചിരി കൂടെ ചെരുവായി. ഈ ഓരോന്നിനും ചെരുവ് വ്യത്യാസമുണ്ട്. ഇങ്ങനെ വെച്ചാൽ വേറൊരു ചെരുവ്. ഇങ്ങോട്ട് മറിയരുതെന്നുണ്ടെങ്കിൽ ഇത് കണ്ടാൽ 4 ഒരുപോലെ ഇരിക്കുന്നു, പക്ഷേ ഓരോ പ്രാവശ്യം വെക്കുമ്പോഴും ചെരുവിനൊരു ചെറിയ മാറ്റം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കൈ പിടിച്ചോണ്ടൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ നമുക്ക് കുത്തുകയും വരയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാവുന്ന ഇങ്ങനെയും വെക്കാം. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രശ്നം വരികയില്ല. ഇങ്ങനെയും കൂടെ വെക്കാവേ.
ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വളരെ സേഫാണ്. നമുക്ക് സിനിമ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് സിനിമ കാണാം. ഇതിൽ കൂടുതലൊരു സിമ്പിൾ സാധനവും സിമ്പിൾ വിലയ്ക്കുള്ള സിമ്പിൾ ടെക്നോളജി. പ്ലാസ്റ്റിക്കാണ്, തുരുമ്പെടുക്കാതെ അത് ഇതൊന്നുമില്ല, നല്ല പ്ലാസ്റ്റിക്കാണ്, പൊട്ടത്തൊന്നുമില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട്. നല്ല ഐറ്റമാണ്, നല്ല രസമുള്ള ഐറ്റമാണ്, യൂസ്ഫുൾ ഐറ്റമാണ്. ഇത് കണ്ടല്ലോ, ഇത് എല്ലാവരുടെയും കയ്യിൽ ഓരോന്നും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു, നമ്മൾ ഏതാണ്ടൊക്കെ എന്നാ കാണിച്ചപ്പോഴേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, വെറുതെ ചുമ്മാ പറഞ്ഞ് സമയം കളയേണ്ടെന്ന് കമൻ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അടുത്ത ആളിട്ടിരിക്കുന്നത് കണ്ടു, താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ കാണണ്ട, ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു, ഞങ്ങൾക്കതൊരു വലിയ ഇൻഫർമേഷൻ ആയിരുന്നു പറഞ്ഞ് വേറൊരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ഓരോ അറിവും വലുതാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയത്തില്ല. അതാണ് പറഞ്ഞത്. സാറിൻ്റെ ഫ്രണ്ടിനെ എനിക്കറിയത്തില്ല, എൻ്റെ ഫ്രണ്ടിനെ സാറിനും അറിയത്തില്ല എന്ന് പറഞ്ഞവരേ ഉള്ളൂ. അറിയാമല്ലോ, കഥ അറിയാമല്ലോ, ഞാൻ പറഞ്ഞിവിടെ ബോറാക്കണ്ടല്ലോ. അതും അറിയത്തില്ലാത്തവർ കാണും. അതുകൊണ്ട് ആ കഥ അങ്ങ് പറയാം. അതായത് ഒരാൾ ചോദിച്ചു, താങ്കൾക്ക് ജവഹർലാൽ നെഹ്റുവിനെ അറിയാമോ? അറിയത്തില്ല. ഇന്ദിരാഗാന്ധിയോ? അറിയത്തില്ല. രാജീവ് ഗാന്ധിയോ? അറിയത്തില്ല. വാജ്പേയിയോ? അറിയത്തില്ല. പിന്നെ ഇതെല്ലാം പോട്ടെ, അബ്ദുൽ കലാമിനെ അറിയാവോ? അതും അറിയത്തില്ല. അതെന്നാ നിങ്ങൾ ഒരു വിവരമില്ലാത്ത ഒരു മനുഷ്യനാണല്ലോ, നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, സാറിന് തോപ്രാങ്കുടി ജോസഫിനെ അറിയാവോ? ഇല്ല. മാത്തുക്കുട്ടി അറിയാവോ? ഇല്ല. ഏലിയാമ്മയെ അറിയാവോ? ഇല്ല. മറ്റത്തെ ജെസ്സിയെ അറിയാവോ? ഇല്ല. അപ്പോൾ സാറിൻ്റെ ഫ്രണ്ടിനെ ഒന്നും എനിക്കും അറിയത്തില്ല, എൻ്റെ ഫ്രണ്ടിനെ ഒന്നും സാറിനും അറിയത്തില്ല. മനസ്സിലായല്ലോ അക്കമ്മ? ബോറായോ? അപ്പം അത് കാണിച്ചു. ഇനി നമുക്ക് വേറെ ഒന്ന് രണ്ട് സാധനങ്ങളോട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുണ്ട്, ഒരു മോഡുകളറുണ്ട്. ഇതാണ് അറിയാമല്ലോ, ഇത് സാധാരണ എല്ലാവർക്കും പല സൈസ് ജി സ്റ്റാറിൻ്റെ മോഡുകളുണ്ട്. ഇതാകുമ്പോൾ പാട്ട് പാടിയാലോ, ഒച്ച വെക്കാല, ആ പെണ്ണ് വിളിച്ചു പോവുകയില്ല, ഇത് വിളിച്ചു പോവും, അപ്പോൾ വില കുറയും. പെണ്ണ് പറയുമ്പോൾ വില കുറയും, പെണ്ണ് മിണ്ടാത്തതിന് വില കൂടും. അതൊക്കെ നമ്മൾ ഓരോ വർക്കിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ മുന്നോട്ട് ഞാൻ കാണിക്കാം. ഇത് സാധാരണ നമുക്ക് കിട്ടാറില്ലാത്ത ഒരു ഫ്യൂസാണ്. ഇത് കണ്ടല്ലോ, വലിയ ഫ്യൂസ്. സാധാരണ നമുക്ക് വരുന്ന ഫ്യൂസ് ഇത്രേ ഉള്ളൂ, ചെറിയ ഫ്യൂസാണ്. ഇതകത്തെ കമ്പിക്കൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതൊരു 15 ആംപിയർ വരെ താങ്ങുന്ന ഒരു ഇച്ചിരി നല്ല ഫ്യൂസാണ്. അതായത് നമുക്കൊരു 3 kV ഇൻവേർട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് കൊള്ളാം. പിന്നെ ഇതിൻ്റെ 7 ആംപിയർ തൊട്ട് 7 ആംപിയർ മതി 1 kVക്ക്, ഒരു 10 ആംപിയർ മതി 2 kVക്ക്. ഒരു 2 kV നല്ല ലോഡ് എടുക്കുന്നതാണെങ്കിൽ ഈ 15 ആംപിയർ വിടുന്നത് നല്ലതാണ്, എപ്പോഴും ഇത് പോകാതിരിക്കും. അപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. ഇത് ഒത്തിരി സൈസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 3 kVക്ക് മറ്റേ 7 ഇട്ടിട്ട് നല്ല ലോഡ് കൊടുക്കുമ്പോൾ പോകുന്നു, അതുകൊണ്ട് ഒരു 15 ഞാൻ വരച്ചതാണ്. അപ്പം ഫ്യൂസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുള്ളൂ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ഇത് കണ്ടോ, ഇതൊരു ഫ്യൂസാണ്. ഈ ഫ്യൂസ് മറ്റേ ഫ്യൂസ് പോലെ തന്നെ വലിയ ഫ്യൂസാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ലെൻസിങ് ചെന്ന് ഇതിൻ്റെ ഇത് കുറവായിരിക്കും ആംപിയർ. കാരണം ഇത് ഓവൻ ഉപയോഗിക്കുന്ന ഫ്യൂസാണ്. ഇത് ഓവൻ ഉപയോഗിക്കുന്ന ഫ്യൂസാണ്. ഇത് ഇച്ചിരി വാട്ട്സ് വ്യത്യാസമുള്ള ഒരു ഫ്യൂസാണ്, ഞാൻ കാണിച്ചെന്നുള്ളൂ ഉള്ളൂ ഇത്. പക്ഷേ വേറൊരു ഒരു സംഭവമുണ്ട്, ഒരു ഫ്യൂസ്. ഇത് മാഗ്നട്രോണിലോട്ട്, മൈക്രോവേവ് ഓവൻ ചെയ്യുന്നവർക്ക് മാഗ്നട്രോണിലോട്ടും ട്രാൻസ്ഫോമറിലോട്ടും കൊടുക്കുന്ന ഒരു ഫ്യൂസാണ് കപ്പാസിറ്റർ എന്ന. ഈ ഫ്യൂസ് ഇതൊരു പ്രത്യേക സൈസ് ഫ്യൂസാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് സ്പ്രിങ് ആണ്. ഇത് കണ്ടോ, ഒരു സ്പ്രിങ് പോലെ കാണാവോ? ഇവിടെ വെക്കാം, ഞാൻ കണ്ടു നോക്കി, കാണാമോ നോക്കി, ഒരു സ്പ്രിങ് ഉണ്ടോ? സാധാരണ കമ്പിയല്ലേ വരുന്നത്, ഇതിനകത്ത് സ്പ്രിങ് കാണാമല്ലോ. സ്പ്രിങ് പോലത്തെ സാധനമാണ് ഇത് കണ്ടോ, ഫ്യൂസിനകത്ത് മൊത്തം. ഇത് ഈ ഓവനകത്ത് ഈ ഫ്യൂസ് മാത്രമേ ഇടാവുള്ളൂ, വേറെ ഒരു ഫ്യൂസ് ഉപയോഗിക്കരുത്. ഭയങ്കര അപകടമാണ്, ട്രാൻസ്ഫോമർ കത്തും, തീ പിടിക്കും, ഒക്കെ പ്രശ്നമാണ്. ഇത് എന്തെങ്കിലും വിഷയം ഉണ്ടായാലും ഇത് പെട്ടെന്ന് പോവും. ഇതിൻ്റെ ആംബിയർ ഞാനൊന്ന് നോക്കട്ടെ. ഇതിന് ആംബിയർ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇത് 5 കിലോ വോട്ട് 0.75 ആംബിയർ. ഇത് 5 കിലോ വാട്ട് കറണ്ട് ഹാൻഡിൽ ചെയ്യുകയും എന്നാൽ ഇതിൻ്റെ ആംബിയർ എന്ന് പറയുന്നത് 0.75 ആംബിയർ ഉള്ളൂ. അതായത് 1 ആംബിയർ പോലും ഇല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം എന്തെങ്കിലും ഷോർട്ടിങ്ങോ പ്രശ്നമുണ്ടെങ്കിൽ അന്നേരം കത്തിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആംബിയർ കുറഞ്ഞ ഫ്യൂസ്. എന്നാൽ 5 കിലോ വാട്ട് വരെ മാഗ്നട്രോൺ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അത് കടത്തിവിടാനുള്ള കഴിവുണ്ട്. അത് സ്പെഷ്യൽ ഫ്യൂസ്. അപ്പം നമ്മൾ സാധാരണ ഓവൻ അരിക്കുമ്പോൾ ഒരു പെട്ടിക്കകത്തായിരിക്കും ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും ഈ ഫ്യൂസ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇനി ഓവൻ സർവീസ് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ ആ ഫ്യൂസ് മാത്രമേ അതിനകത്ത് യൂസ് ചെയ്യാവുള്ളൂ. വേറെ കമ്പി കെട്ടി നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ട്രാൻസ്ഫോമർ പുകയും. ചിലപ്പോൾ മിക്കവാറും കപ്പാസിറ്റർ പോയിരിക്കുമായിരിക്കും, അല്ലെ ഡയോഡ് പോയിരിക്കുമായിരിക്കും. അന്നേരമായിരിക്കും ഈ ഫ്യൂസ് പോകുന്നത്. അപ്പോൾ ഈ ഫ്യൂസ് പോയ സാധനത്ത് കമ്പി കെട്ടിയിട്ടുണ്ടെങ്കിൽ അന്നേരം ട്രാൻസ്ഫോമർ പോഞ്ഞു പോകും. ട്രാൻസ്ഫോമർ പോഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ടൈപ്പ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അത് 1 ആംബിയർ പോലും ഇല്ല. ഇപ്പം നമ്മളിത് 15 ആംബിയർ ഫ്യൂസായി വലുത് കാണിച്ച്. ഇത് 1 ആംബിയർ പോലെ 0.075 ആംബിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 0.75. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. ഓവനൊക്കെ സർവീസ് ചെയ്യാത്തവർക്ക് അറിയാം. ഇപ്പോൾ ഓവനെ കുറിച്ച് ഞാൻ ഒത്തിരി ഓവൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഓവൻ നല്ലപോലെ അറിയാം. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഓവൻ്റെ കപ്പാസിറ്റർ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പോകെ അതെല്ലാം പറയാം. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം. ഡി ക്ലാസ് ആംപ്ലിഫയർ എൻ്റെ കയ്യിൽ 5.1 ഡി ക്ലാസ് ആംപ്ലിഫയർ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ 5.1 പറഞ്ഞിട്ടില്ല. 2.1 സാധാരണ സ്റ്റീരിയോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ 5.1 പറയാൻ പോകും. അടുത്ത വീഡിയോ അതാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ചെയ്യാത്തവരെല്ലാം ഒന്ന് ചെയ്ത് കേട്ടോ. പിന്നെ നമ്മുടെ കട എവിടെയാണെന്ന് ചോദിച്ചാൽ കാഞ്ഞിരപ്പള്ളിയിലാണ്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കാഞ്ഞിരപ്പള്ളി അച്ചായൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ട് കാണും. കെ കെ റോട്ടിൽ മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. സോണി എന്നാണ് കട. സോണി ഇലക്ട്രോണിക്സ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ കട കാണാം. പിന്നെ 9447208809 ആണ് നമ്മുടെ ഫോൺ നമ്പർ. ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. ഒത്തിരി വർഷമായ കടയാണ്. 35 വർഷമായ കടയാണ്. 35 വർഷമാണ് നമ്മൾ സർവീസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഒരു കാര്യം പറയില്ല. ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബ് ഇട്ടായിരുന്നു. TDA 2006 എന്ന് പറഞ്ഞ IC-ക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചതാണ് TDA 230. അതൊരു പുതിയ ഇൻഫർമേഷനാണ്, നല്ല ഇൻഫർമേഷനാണ്. 2006 ഫിലിപ്സ് ഉണ്ടാക്കിയ IC-യെ കട്ടെടുത്തെന്ന് പറയത്തില്ല, അതിൻ്റെ കോപ്പി അടിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന പോലെ അടുത്തിരിക്കുന്നവരെ നോക്കി നമ്മളിങ്ങനെ എഴുതിയത്, അല്ല പേപ്പർ മേടിച്ചിട്ട് എഴുതി വെക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ കോപ്പി അടിച്ച് 2030 സാധനം ഉണ്ടാക്കി. അപ്പോൾ ഈ 2006 മേടിച്ചിട്ട ഞാൻ ഈ 2006 കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒന്നാന്നുള്ള ഇൻഫർമേഷൻ എനിക്കറിയില്ലായിരുന്നു. നമ്മളങ്ങനെ മാറിയിട്ട് നോക്കുന്നില്ലോ. അപ്പോൾ ആ സുഹൃത്തിന്, എനിക്ക് പേരറിയില്ല, ആ സുഹൃത്തിന് പ്രത്യേകം താങ്ക്സ്. ഇങ്ങനെയുള്ള നിങ്ങളുടെ അറിവുകൾ കമൻ്റായിട്ട് ഇടുക. ഇനി ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ കടൽ പോലെയുള്ള ഇലക്ട്രോണിക്സിനകത്ത് കിടന്ന് നമ്മളിങ്ങനെ നീന്തുന്നവന്മാരാണ്. നമുക്ക് ഒത്തിരി തെറ്റുകളുണ്ട്. നമുക്കൊന്നും അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നു, മിന്നാമനിങ്ങിൻ്റെ ഞുറുക്ക് വെട്ടം പോലെ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് പറയാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് ഇന്നലെ വേറൊരു രസം, ഞാനൊരു മങ്കോസ്റ്റ് പൊട്ടിച്ചപ്പം 7 പൂവുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഉള്ളിൽ എനിക്ക് എതളെന്ന് പറയണമെന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാൻ എതളെന്ന് ഓർത്തു. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞു എതളെന്നാണെന്ന്. പക്ഷേ ഞാൻ പൂന്ന് പറഞ്ഞാലും എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ അത് എതളാന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഡിലീറ്റ് ചെയ്യാനൊന്നും പോയില്ല. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നാക്ക് അങ്ങനെ ആയിപ്പോയി. എൻ്റെ ഉള്ളിൽ എതളുന്നുണ്ട്, പക്ഷേ ഞാൻ പറയുമ്പോൾ പൂന്നായിപ്പോയി. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഡി ക്ലാസ് ആംപ്ലിഫയറിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തേ, ലൈക്ക് ഇട്ടേ.